ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കൃഷി കാണിക്കാനാണ്. നിങ്ങളെ എല്ലാവരും എൻ്റെ കൃഷി ഒന്ന് കാണിക്കാൻ വേണ്ടി കുറച്ചേ ഉള്ളൂ. നേരത്തെ തടിയങ്കായൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇപ്പം ഞാൻ ചെറിയ ചെറിയ ചാക്കുകളിലൊക്കെ ഇച്ചിരിച്ചേ കൃഷി വെച്ചു. അപ്പം ഇന്ന് നമുക്ക് ടൊമാറ്റോയുടെ വിളവെടുപ്പ് കാണിക്കാം. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, അത് ഞാൻ കാണിക്കാം എൻ്റെ ഒരു സന്തോഷത്തിന്. ഒരു പഴുത്ത് നിൽക്കുവാണേ. നമുക്ക് ഇത്രയും കിട്ടി. ഇനി 2-3 ചെറുതൊക്കെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചതാണ്. കിളിച്ച് ഇത്രയൊക്കെ ആയി. ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നമ്മുടെ വഴുതനങ്ങയാണ്, വെള്ള വഴുതനങ്ങ വലുത്. അത് ഞാൻ പറിച്ചായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ കുറച്ച് പയറ്, നമ്മുടെ തടിയങ്കായ, പിന്നെന്തുവാ നമ്മുടെ ഇത് നമ്മുടെ കറ്റാർ വാഴപ്പോള. അങ്ങനെ കുറച്ച് മെഡിസിനൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വഴുതനയൊക്കെ നട്ട് കിളിച്ച് നിൽക്കുന്ന ചീരയുണ്ട്. ഇത് ഉള്ളിത്തണ്ടാണ്. ഇവിടെ മുളകും തൈയുണ്ട്, ഇവിടെ മുളകുണ്ട്. ടൊമാറ്റോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇനി താഴെ പോയി നമ്മുടെ കോവയ്ക്ക കാണാം. നമുക്ക് ടെറസ് കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഉള്ളതിനകത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പം പച്ചമുളകുണ്ട്. ഇനി നമുക്ക് താഴെ പോയി ബാക്കി. അപ്പം നമ്മൾ താഴെ വന്നു. ഇനി നമുക്ക് താഴത്തെ ചെടികളും കൃഷികളും ഒക്കെ കാണാം. വലിയ കൃഷിയില്ല. അപ്പം നമ്മുടെ പച്ചമുളക്, ഒരു മൂട് പച്ചമുളക് താഴെ നിൽക്കുന്നതാണിത്. ഇത് ശരിക്കും നല്ലതായിട്ട് പച്ചമുളക് പിടിച്ചിട്ടുണ്ട്. നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. അപ്പം നമുക്ക് 5-6 പച്ചമുളകും കൂടെ പറിക്കാം. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള മുളകൊക്കെ ഇവിടെ തന്നെ നട്ട് കിളിപ്പിച്ച് എടുക്കുവാണ്. ടെറസിലുള്ളത് അവിടെ നിന്ന് പറിക്കും. നമുക്കിവിടെ തന്നെയായിരുന്നു തടിയങ്കായ ഉള്ളത്, ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ കോവയ്ക്ക കണ്ടോ? ഇത് ഞാനിപ്പം നട്ടിട്ട് കുറച്ച് ഒരു 2-3 മാസമേ ആയുള്ളൂ. പെട്ടെന്ന് ഒരു വള്ളി വീശി ഇത്രയൊക്കെ ആയി. ഇതിലെല്ലാം കാ കിടക്കുവാണ്. അതും കൂടെ ഞാൻ പറിച്ച് കാണിക്കാം. എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ പറിച്ച് കാണിക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട്. ഞാൻ തന്നെയാണ് പറിച്ച് എടുക്കേണ്ടതും വീഡിയോ എടുക്കേണ്ടതും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വിഷമില്ലാത്തത് പറിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടെ. അത് കാണിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ നിങ്ങളും ഇതുപോലെ നടണം. ഞാൻ ഇതെല്ലാം ഒന്ന് പറിച്ചിട്ട് കാണിക്കാമേ. എനിക്ക് കൈ എത്തത്തില്ല, എത്തുന്നതൊക്കെ പറിക്കാം. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, കാണിക്കാമേ. ഇതൊക്കെ ഇനി നിന്നാൽ മൂത്ത് പോകത്തേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഇതിൽ നിന്ന് പറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ മീനില്ലാത്ത മീൻകറി, കോവയ്ക്ക വെച്ചുള്ള മീൻകറി ഞാൻ തയ്യാറാക്കിയത് ഇതിൽ നിന്ന് കോവയ്ക്ക പറിച്ചിട്ടാണ്. അത് എത്തത്തില്ല. അപ്പം ഇവിടെ വരെ പടർന്നിട്ടുള്ളൂ, ഇത്രയേ പടർന്നിട്ടുള്ളൂ. ഒരു 3 മാസമേ ആയുള്ളൂ ഞാനിത് നട്ടിട്ട്. അപ്പം ഇത് നമ്മുടെ നേരത്തെ തടിയങ്ക നിന്ന പന്തലാണ്. അപ്പം അതിലേക്ക് ഞാൻ ഈ കോവൽ കയറ്റിയതാണ്. അപ്പം നമ്മളെന്തെങ്കിലും നമ്മുടെ തിരുമുമ്പിൽ തന്നെയാണ് ഇത് ഞാൻ നട്ടിരിക്കുന്നത്. നമുക്ക് തണലും ആവും. ഇതുപോലെ നമ്മൾ ചെയ്യുക. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. വലിയ ഭംഗിയുള്ള ചെടിയൊന്നുമല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ
പച്ചമുളക് നമുക്കിപ്പോൾ ഇത്രയും മതി. കുറച്ച് പറിച്ചു. ഇനി നിപ്പുണ്ട്, ശരിക്കും നിപ്പുണ്ട്. പാവലും ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊന്നും സ്ഥലമില്ല. എന്നിട്ട് ഞാനിവിടെ ഒരു കുട്ടയ്ക്കകത്ത് ഒരു മാവും തൈ വെച്ച് ഇത്രയായി. പിന്നെ ഇത് ശംഖുപുഷ്പമാണ്. അതിൻ്റെ പൂവും നമ്മൾ വെള്ളം ഇട്ട് കുടിക്കാറുണ്ട്. എൻ്റെ ശംഖുപുഷ്പം. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷം മാത്രം. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെടിച്ചട്ടിയിൽ ഒരു മൂട് കറിവേപ്പില വെച്ചതാണ്. അത് കിളിച്ച് വരുന്നുണ്ട്. മുളകും തൈ വെച്ചു, ഇതും കിളിച്ചു. മുഴുവനും ഇൻ്റർലോക്ക് ഇട്ടിരിക്കുമായതുകൊണ്ട് മണ്ണില്ലല്ലോ. ഞാനിതിൻ്റെ ഒരു സൈഡിലായിട്ട് മണ്ണ് കൊണ്ടുവന്ന ആ ഇൻ്റർലോക്കിൻ്റെ മണ്ടയിലാണ് മണ്ണിട്ടിരിക്കുന്നത്. ഇട്ടിട്ടാണ് ഈ കോവയുടെ മൂട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. തടിയും കായും ഇവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെ കോവലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇൻ്റർലോക്കിൻ്റെ മണ്ടയിലോട്ട് തന്നെ കുറച്ച് മണ്ണിട്ടിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൂവയ്ക്ക, മഞ്ഞൾ, ഇഞ്ചിയുണ്ട് ഇടയ്ക്ക്. എല്ലാം ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് പിടിപ്പിക്കുവാണ്. നമ്മുടെ റോക്കി ഞാൻ പറിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് കിടക്കുവാണ്. ഇനി ജാനു ഉണ്ട്. നമുക്ക് 2 പട്ടികളാണ്. ഒന്ന് റോക്കി, ഒന്ന് ജാനും. ജാനു കൂട്ടിനകത്ത് കിടക്കുവാണ്. ഇതാണ് നമ്മുടെ ജാനുക്കുട്ടി. ഒരാണും ഒരു പെണ്ണുമാണ്. അതുകൊണ്ട് 2 പേരെയും കൂടെ ഒരുമിച്ച് വിടാറില്ല. അപ്പം ജാനു. ഈ സൈഡിലായിട്ട് നമുക്കൊരു ശകലം മണ്ണുണ്ട്. അവിടെ നമ്മൾ ഒരു മൂട് പേരയും ഒരു ആത്തയ്ക്ക, എന്നാ പറഞ്ഞതിന്, ആത്തയ്ക്ക അതും നട്ടിട്ടുണ്ട്. പേര, ആത്തയ്ക്ക, റംബൂട്ടാൻ, അങ്ങനെ ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ വെച്ച് പിടിപ്പിക്കുകയാണ്. എനിക്കതൊക്കെ വലിയൊരു സന്തോഷമാണ്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.